ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പെസഹ കാലത്തിലെ 6-ാം ഞായർ. ഒരു വിധത്തിൽ പെസഹ കാലത്തിലെ അവസാനത്തെ ഞായറാണിത്. കാരണം വരുന്ന ഞായറാഴ്ച നമ്മൾ ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ കൊണ്ടാടുകയാണ്. അതിൻ്റെ പിറ്റേ ആഴ്ച നമ്മൾ പെന്തക്കോസ്ത തിരുനാൾ കൊണ്ടാടുകയാണ്. ഒരു വിധത്തിൽ ഇന്നത്തെ വായനകളൊക്കെ നമ്മളെ ഈ രണ്ട് മഹോത്സവങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയും കൂടെയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ പിതാവിൻ്റെ പക്കലേക്ക് പോവുകയാണ്. ഈ ലോകത്തിൽ പിതാവ് ഏൽപ്പിച്ച ദൗത്യം നന്നായിട്ട് പൂർത്തീകരിച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞല്ലേ എല്ലാം പൂർത്തിയായെന്ന്. അതിനുശേഷം ഉത്ഥിതനായ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് പല പ്രാവശ്യവും പ്രത്യക്ഷപ്പെട്ടു. അവരുമായിട്ടുള്ള ബന്ധത്തെ എല്ലാം ക്രമീകരിച്ചു. അവരെ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരുക്കി. എന്നിട്ട് കർത്താവ് പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു പോകുക. പിതാവിൻ്റെ പക്കലേക്ക് പോയാൽ അവിടുന്ന് വീണ്ടും വീണ്ടും വരും. നമ്മുടെ ഓരോ കൂദാശകളുടെയും ബൈബിളിലൂടെയും കൂട്ടായ്മകളുടെയും ഒക്കെ അവിടുന്ന് കടന്നു വരും. നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ, പ്രത്യേകിച്ച് മരണസമയത്ത് കർത്താവ് വീണ്ടും വരുന്നൊരു അനുഭവമല്ലേ. അപ്പോൾ ആ ഈശോയുടെ പിതാവിൻ്റെ പക്കലേക്കുള്ള പോക്കിനെക്കുറിച്ച് സുവിശേഷത്തിൽ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വരുന്ന ഞായറാഴ്ചത്തെ മഹോത്സവത്തിന് വേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ്. അപ്പം അതാണ് നമ്മൾ വരുന്നതിൻ്റെ അങ്ങേ ഞായറാഴ്ച പെന്തക്കോസ്ത തിരുനാൾ പ്രിയപ്പെട്ടവരെ കൊണ്ടാടുമ്പോൾ നമ്മൾ ആ പരിശുദ്ധാത്മാവിൻ്റെ വരവിനെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പം നമ്മൾ കൃത്യം പറഞ്ഞാൽ പെന്തക്കോസ്ത നാളിലാണ് ഈ പെസഹ കാലം പൂർണ്ണമാകുന്നത്. എങ്കിലും പെസഹ കാലം എന്ന് പറഞ്ഞ് നമ്മൾ എണ്ണുന്ന ഞായറാഴ്ചകളിൽ അവസാനത്തേതാണ് പെസഹ കാലത്തിലെ 6-ാം ഞായർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ കർത്താവ് നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് സ്നേഹത്തെക്കുറിച്ചാണ്. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ക്രൈസ്തവ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവം സ്നേഹത്തിൻ്റെ അനുഭവമാണ്. നമ്മുടെ ദൈവം തന്നെ സ്നേഹമാണല്ലോ. ആ ദൈവത്തെ നമ്മൾ അനുഭവിക്കുന്നത് സ്നേഹത്തിലൂടെയാണ്. ആ ദൈവം നമ്മിൽ വസിക്കുമ്പോഴാണ് നമ്മൾ സ്നേഹം നിറഞ്ഞവരായി മാറുക. സ്നേഹം വെറും ഒരു വികാരമല്ല, ഒരു തീരുമാനമാണ്. അത് ഒരു സമർപ്പണമാണ്. മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് തീവ്രമായി ആശിച്ച് ആ നന്മ വരുത്താൻ വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത് കർത്താവിൻ്റെ വചനം പാലിക്കുമ്പോഴാണ്. കാരണം ഈശോയുടെ വചനങ്ങളെല്ലാം സ്നേഹത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത്. എങ്ങനെ സ്നേഹത്തിൽ നിലനിൽക്കാം എന്ന് ഈശോ പഠിപ്പിക്കുന്നു. ആ കൽപ്പനകൾ പാലിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സ്നേഹത്തിൽ നിലനിൽക്കുക. അങ്ങനെ കൽപ്പനകൾ പാലിക്കുമ്പോൾ നമുക്ക് വരുന്ന അനുഭവം, രണ്ടാമത്തെ അനുഭവം പ്രിയപ്പെട്ടവരെ, അതുണ്ടല്ലോ, ദൈവം നമ്മിൽ വസിക്കുന്ന അനുഭവമാണ്. ഞാനും പിതാവും നിങ്ങളിൽ വന്ന് വസിക്കുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, അത് ഓർമ്മപ്പെടുത്തുന്നത് ഇന്നത്തെ രണ്ടാമത്തെ വായനയാണ്. ഈ രണ്ടാമത്തെ വായനയിൽ നമ്മൾ കാണുന്നുണ്ട് ആ പുതിയ ആകാശവും പുതിയ ദേവാലയത്തെ അവിടെ അവതരിപ്പിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഒരു വിധത്തിൽ അവിടെ ദേവാലയം ഞാൻ കണ്ടില്ല, പിന്നെയോ അവിടെ ഈശോയും പിതാവുമാണ് യഥാർത്ഥ ദേവാലയം. ദൈവം വസിക്കുന്ന ഇടമാണല്ലോ ദേവാലയം. പ്രിയപ്പെട്ടവരെ, ഇപ്പം നമ്മിൽ ദൈവം വസിക്കുമ്പോൾ നമ്മൾ ദേവാലയങ്ങളായി മാറുക. ദൈവം നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ ദൈവാലയങ്ങളായി മാറുക. അതേപോലെ തന്നെ പറയുകയാണ്, അവിടെ ഞാൻ ദീപങ്ങൾ കണ്ടില്ല, കാരണം അവിടെ ഈശോ തന്നെയാണ് യഥാർത്ഥ ദീപം. സൂര്യനെയും ചന്ദ്രനെയും ഒന്നും കാണുന്നില്ല, അവിടെ ഈശോ ദൈവം തന്നെയാണ് യഥാർത്ഥ പ്രകാശം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മിൽ വസിക്കുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രകാശത്താൽ നിറയും. ദൈവത്തിൻ്റെ പ്രകാശത്താൽ നിറഞ്ഞ് നമ്മൾ ദേവാലയങ്ങളായി മാറും. നമ്മളെ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയും നമ്മിലൂടെ ദൈവത്തെ കണ്ടുമുട്ടും. നമ്മുടെ സന്നിധിയിലേക്ക് വരുന്ന ഓരോരുത്തരും അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കും. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി അവർ അനുഗ്രഹത്താൽ നിറയും.
നമ്മൾ പകരുന്ന ദൈവവചനത്താൽ അവർ ദൈവത്തിൻ്റെ ഇഷ്ടം ഗ്രഹിക്കും. ദേവാലയങ്ങളായി ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെ, പ്രകാശം പരത്തുന്നവരായി ജീവിക്കാൻ, ദൈവസാന്നിധ്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള വലിയ കടമയെക്കുറിച്ചാണ് അവിടെ ഈശോ നമ്മളോട് പറയുന്നത്. പിതാവും ഞാനും വന്ന് നിങ്ങളിൽ വസിക്കും, നിങ്ങൾ എന്നിൽ വസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ്. ഈശോ പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്യുക. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, വേണ്ടതെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊണ്ട് നമ്മെ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവ്, നമുക്ക് ദൈവികമായ അറിവ് പകരുന്ന പരിശുദ്ധാത്മാവ്, അത് നമ്മുടെ പെന്തക്കോസ്ത തിരുനാളിനെ ഓർമ്മപ്പെടുത്തുക. ജ്ഞാനസ്നാനത്തിലെ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച നമ്മൾ, സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആർജിച്ച് നമ്മൾ, ഓരോ കുർബാനയിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ പോഷണം അനുഭവിക്കുന്ന നമ്മൾ, ഓരോ കൂദാശകളുടെയും പരിശുദ്ധാത്മാവിൻ്റെ ഫലം അനുഭവിക്കുന്ന നമ്മൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാൽ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്ത് പ്രിയപ്പെട്ടവരെ ജീവിക്കുവാനുള്ള കടമയെക്കുറിച്ച് അത് നമ്മളെ ഓർമ്മപ്പെടുത്തുക. അത് കഴിഞ്ഞ് കർത്താവ് പറയുന്നത് സമാധാനത്തെക്കുറിച്ചാണ്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു എന്ന് പറയാം. നമ്മുടെ ഓരോ ദിവ്യ കുർബാനയിലും പ്രിയപ്പെട്ടവരെ, ആ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥന തുടങ്ങുന്നത് ഈ വചനം കൊണ്ടാണ്. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ ഈശോയെ എന്ന് പറഞ്ഞ പ്രാർത്ഥന. സമാധാനം നിറയണം, നമ്മുടെ ഹൃദയങ്ങളിൽ നിറയണം, നമ്മുടെ കുടുംബങ്ങളിൽ നിറയണം, നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ നിറയണം, നമ്മുടെ ഇടവകയിൽ നിറയണം, നമ്മുടെ ലോകത്തിൽ നിറയണം. പ്രിയപ്പെട്ടവരെ, യുദ്ധം നടക്കുന്ന ഇടങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അക്രമങ്ങൾ നടക്കുന്ന വേളകളുണ്ടല്ലോ, അക്രമങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടക്കുക സമാധാനമില്ലാത്തതുകൊണ്ടാണ്. പല കുടുംബങ്ങളിൽ സമാധാനമില്ല, ഒത്തിരി വഴക്ക്, അസ്വസ്ഥത, ഭയം എല്ലാം. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ സമാധാനം കർത്താവ് തരുന്ന സമാധാനം, പ്രിയപ്പെട്ടവരെ, ആ സമാധാനം ഉണ്ടല്ലോ, യുദ്ധങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയല്ല, വഴക്കുകളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയല്ല. അതെല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ മധ്യത്തിലും ദൈവം എന്നിലുണ്ട്, എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനമുള്ളവരായി നമ്മൾ ജീവിക്കുക. സമാധാനം, കർത്താവ് തരുന്ന ആ സമാധാനം പ്രിയപ്പെട്ടവരെ. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നാമത്തെ വായനയിലേക്ക് നമ്മൾ നോക്കുമ്പോഴുണ്ടല്ലോ, അവിടെ ആദിമസഭയെക്കുറിച്ച് പറയുക, ജെറുസലേം കൗൺസിലിനെ കുറിച്ച് പറയുക. ആദിമസഭയിൽ വലിയൊരു പ്രശ്നമുണ്ടായി. അതായത് യഹൂദ ക്രൈസ്തവരും വിജാതീയ ക്രൈസ്തവരും തമ്മിലത്. ചില യഹൂദ ക്രൈസ്തവർ ചെന്ന് പറഞ്ഞു, വിജാതീയർ ക്രൈസ്തവരാകണമെങ്കിൽ ആദ്യം അവർ യഹൂദരാകണം, പരിച്ഛേദന സ്വീകരിക്കണമെന്ന്. അപ്പം പൗലോസ് അപ്പോസ്തലനും കൂട്ടുകാരനും അത് നിഷേധിച്ചു. അവർ വിജാതീയർക്ക് തന്നെ ജ്ഞാനസ്നാനം കൊടുക്കുകയും അനേക വിജാതീയരെ കർത്താവിലേക്ക് നയിക്കുകയും ചെയ്തതാണ്. അന്ത്യോക്യയെ കേന്ദ്രമാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വിജാതീയ ക്രൈസ്തവർ അവിടെ ഒരുമിച്ച് കൂടും. അവിടെ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയാണ് ജെറുസലേമിൽ പ്രിയപ്പെട്ടവരെ അവർ സമ്മേളിച്ചത്. ആ ജെറുസലേമിൽ സമ്മേളിച്ച് അവർ ഓരോ കാര്യവും ഇങ്ങനെ ആലോചിച്ചു, ചർച്ച ചെയ്തു. എന്നിട്ട് അതിൻ്റെ നിഗമനം ഒരു എഴുത്തായിട്ട് എഴുതി അന്ത്യോക്യയിലേക്ക് അയക്കുക. ആ എഴുത്തിനകത്ത് എടുത്തു പറയുന്ന കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നി എന്നാണ്. പരിശുദ്ധാത്മാവിനോട് ആലോചിച്ചാണ് പ്രിയപ്പെട്ടവരെ സഭയിൽ തീരുമാനമെടുക്കുക. പരിശുദ്ധാത്മാവിനോട് ആലോചിച്ചാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മൾ കണ്ടെത്തുക. സുവിശേഷത്തിൽ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, വേണ്ടതെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ആ പരിശുദ്ധാത്മാവ് നമ്മളുണ്ടെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും അതിനെ അതിജീവിച്ച് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ വായനയിൽ
ആ പുതിയ ജെറുസലേമിനെ അവതരിപ്പിക്കുന്നുണ്ടല്ലോ. 12 കവാടങ്ങൾ, മതിലിന് 12 അടിസ്ഥാനങ്ങൾ, ആ 12 അടിസ്ഥാനങ്ങളിൽ 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ, 12 കവാടങ്ങൾ. അത് 4 സെറ്റായിട്ടാണ്, 3 വീതമുള്ള. അതിൽ 12 ഗോത്രങ്ങൾ. അങ്ങനെ പഴയ ജനവും പുതിയ ജനവും കൂടെ ഒന്നുചേരുന്ന രീതിയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആ പുതിയ ദേവാലയത്തെ കാണുന്നത്. ഇന്ന് ഈ ദിവ്യകുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്ന ഈ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. നമുക്ക് കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് അവിടുത്തെ സ്നേഹത്തിൽ നിരന്തരം വസിക്കാം. എന്നിൽ എൻ്റെ കർത്താവിൻ്റെ സ്നേഹമുണ്ട്. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ ദൈവം തന്നെ നമ്മിലേക്ക് വന്ന് നിറയുക. നമ്മൾ ദിവ്യകുർബാന സ്വീകരിക്കുമ്പോഴുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമെല്ലാം ഹൃദയത്തിലുമെല്ലാം കർത്താവ് വന്ന് നിറയുക, നമ്മിൽ നിറയുക, നമ്മിൽ വസിക്കുക. ദൈവത്തിൽ വസിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ആഹ്വാനം ചെയ്യപ്പെടുക. ഈ ദിവ്യകുർബാനയിലൂടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നിരന്തരം പൂരിതരാകാം. നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക. ദൈവനാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുക. നമ്മൾ ദിവ്യകുർബാനയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ മാതാവ് സമർപ്പിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞില്ലേ, അതേപോലെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുക. നമ്മൾ ഒരുമിച്ച് നിന്ന് നിരന്തരം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആത്മാവിൻ്റെ നിറവിലാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സങ്കീർത്തനത്തിൽ പറയും പോലെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറുക. അതേപോലെ ഏറ്റവും പ്രധാനമായി നമ്മൾ ദിവ്യകാരുണ്യം ഉൾക്കൊള്ളുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അപ്പമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. ഗുളികയില്ലേ, ഏറ്റവും വലിയ ഗുളികയാണ്, ഏറ്റവും ശക്തി നിറഞ്ഞ ഗുളികയാണ് പ്രിയപ്പെട്ടവരെ ദിവ്യകുർബാന. അത് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അതിലൂടെ ഏറ്റവും വലിയ ശക്തി, ദൈവിക ശക്തി, പരിശുദ്ധാത്മാവാകുന്ന ശക്തി നമ്മൾ നിറയുക. അങ്ങനെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി കർത്താവിൻ്റെ സമാധാനത്താൽ നിറഞ്ഞ് സമാധാനം പകരുന്നവരായി ജീവിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി, ഈശോയുടെ ശിഷ്യരായി, പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണങ്ങളായി, സഭയിലെ യഥാർത്ഥ അംഗങ്ങളായി, സ്വർഗത്തിൻ്റെ പൗരരായി ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഏവർക്കും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഐശ്വര്യവും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.